യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയെടുത്ത് കുടുംബം പോറ്റട എന്നാണ് വിനായകൻ MP ആയ ജോൺ ബ്രിട്ടാസിനെ രൂക്ഷമായ ഭാഷയിൽ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. കുറിപ്പിൽ ജോൺ ബ്രിട്ടാസിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എങ്കിലും നല്ല വ്യക്തമായിട്ട് ജോൺ ബ്രിട്ടാസ് നല്ല ചിരിച്ചിരിക്കുന്ന ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമായിട്ട് ജന്തർ മന്ദറിലെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സമരത്തിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോൺ ബ്രിട്ടാസ് അവിടെ തന്നെ ആയിരുന്നു. കാരണം വരുന്ന ഓരോ ആളുകൾക്കും പിന്തുണ നൽകുന്നു, അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ കുറിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ജോൺ ബ്രിട്ടാസ് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞു കേട്ടാൽ തോന്നുന്നു ജോൺ ബ്രിട്ടാസ് ഇവിടെ കേരളത്തില് PSC വിദ്യാർത്ഥികളുടെ സമരം ഒന്നും ജോൺ ബ്രിട്ടാസ് കണ്ടതേയില്ല. കാരണം 10 വർഷം ഭരിച്ചു പിടിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് അതുപോലെ മണ്ണ് നിന്ന് പ്രതിഷേധിക്കുന്നത്. ഇക്കാര്യം ഒന്നും ജോൺ ബ്രിട്ടാസിന് സംസാരിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ഈ സാഹചര്യത്തിലാണ് ദില്ലിയിലെ ജന്തർ മന്ദിറിലെ പരിപാടി നടക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് അവിടെ പോയിട്ട് പ്രസംഗിക്കുകയും ആ വേദി പങ്കിടുകയും അതോടൊപ്പം 20 ദിവസവും ജോൺ ബ്രിട്ടാസ് അവിടെ തന്നെ ചെലവഴിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ എല്ലാം കഴിഞ്ഞ പിള്ളേർ ഈ സമരത്തിന് വിജയം നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് അത് ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന 2 പേരിൽ ഒരാളാണ്. ഒന്ന് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രണ്ടാമത് CPMന്റെ MP-യുമായ ജോൺ ബ്രിട്ടാസ്. പക്ഷേ ജോൺ ബ്രിട്ടാസിനെ മാത്രമാണ് ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിനായകൻ വിമർശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാത്തത് നമ്മുടെ ജാൻമണിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇനി മാപ്പ് പറയേണ്ടി വരുമോ എന്ന് ഓർത്തിട്ടാകാം. ഇത് തന്നെയാണെങ്കിൽ ഇനി അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവർ തുടക്കത്തിൽ ആ ഒരു സമരത്തിൽ വന്നത് അഭിജിത് ദീപ്കയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ അഭിജിത് ദീപ്കയാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. പിന്നെയാണ് ഓരോ വിദ്യാർത്ഥികൾ നാനാ ദിക്കിൽ നിന്നും അവിടേക്ക് വന്നത്. ആദ്യമേ ഒന്നും കോൺഗ്രസിന്റെ സാന്നിധ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിജയം ഏറെക്കുറെ സക്സസ് ആയി, അല്ലെങ്കിൽ സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നത് ആളുകളെ ജനശ്രദ്ധ കിട്ടിയപ്പോഴാണ് കോൺഗ്രസിന്റെ പല MP-മാരും പരോക്ഷമായിട്ടൊരു പിന്തുണ പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ഒരു സമയം നടന്നപ്പോൾ മുതൽ, അതായത് ജൂൺ 20-ാം തീയതിയാണ് CJP പാർട്ടിയുടെ സമരം ജന്തർ മന്ദിറിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മുതൽ ഒരു മിഡായ സമയമൊന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യയിലില്ല. ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നത്. പിന്നെയാണ് ഈ സമരം ഹൈജാക്ക് ചെയ്യാനായിട്ട് ജന്തർ മന്ദിറിൽ പോയി പ്രതിഷേധിക്കുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമരം ചെയ്യാനായിട്ട് ഈ വിദ്യാർത്ഥികളും സമരത്തിലെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട്, അതായത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം ജോൺ ബ്രിട്ടാസും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആദ്യം വിനായകന്റെ അടുത്ത് നിന്ന് മെഡൽ കിട്ടിയിരിക്കുന്നത്, അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി മെഡൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ജോൺ ബ്രിട്ടാസിനാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ഇനി ജാൻമണിയുടെ പോലത്തെ ഒരു അവസ്ഥ തനിക്ക് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ മറുവശത്ത് വിനായകൻ ആവുകൊണ്ട്, വിനായകൻ ഇതൊരു പുത്തരിയല്ല, കാരണം ചലച്ചിത്ര താരമാണ്, നടനാണ്. അതോടൊപ്പം തന്നെ അഭിനയ കുലപതിക്ക് മുകളിൽ അദ്ദേഹത്തിന് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും അതേപോലെ പല പരാമർശങ്ങളും, എന്നും വിവാദ നായകൻ കൂടിയാണ്. മാധ്യമങ്ങൾക്ക് നഗ്നത കാണിക്കുന്നു, അതേപോലെ പല വിഷയങ്ങളും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തോട് നമ്മൾ 100-110% നമ്മൾ നീതി പുലർത്തേണ്ടതാണ്. കാരണം നമ്മൾ അദ്ദേഹത്തിന് എന്താ പറയാ 100 കുതിരപ്പവൻ കൊടുക്കേണ്ടത് തന്നെ. കാരണം ഈ സമരം ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന 2 ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. കാരണം ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും കണ്ടില്ല എന്ന് നടിച്ചിട്ട്, അല്ലെങ്കിൽ തിമിരം ബാധിച്ചോട് നിന്നിട്ട് കേരളത്തിന് പുറത്തുള്ള ഏത് സമരത്തിനും വാതോരാതെ ഘോരഘോരം സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. ഇങ്ങനെയുള്ള ജോൺ ബ്രിട്ടാസ് മാത്രമല്ല, AA റഹീം, അതേപോലെ വൃന്ദ കാരാട്ട്, MA ബേബി തുടങ്ങിയ എല്ലാവർക്കും വിനായകൻ ഇതുപോലെ കൊടുത്തിരുന്നതിൽ കുറച്ചും കൂടി ഒന്ന് ബോധം വച്ചേനെ. എന്ത് തന്നെയാണെങ്കിലും ജോൺ ബ്രിട്ടാസിന്റെ മറുപടി എന്താണെന്ന് നമുക്കറിയില്ല. സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത് ഏറെക്കുറെ നല്ലത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അവർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും അവർക്കൊരു തോന്നൽ വരുമല്ലോ. ഇനി കണ്ടു തന്നെ അറിയാം, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് യുദ്ധമായിരിക്കുമോ, അതോ ഇനി വിനായകൻ മാപ്പ് പറയുമോ എന്ന് തന്നെ കണ്ടു തന്നെ അറിയണം.